ഹലോ, ഇന്ന് നമ്മൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. 2 ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്കിതിലോട്ട് ചേർക്കണം. ഇനി വേണ്ടത് സവോളയാണ്. 2 സവോള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇതിലോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് ചേർക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടി ഓർ ഫെനൽ പൗഡർ, കുറച്ച് കറി ലീവ്സ് ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തക്കാളി രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കിലോ മട്ടൺ കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1 to 1.5 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ആദ്യമേ ഒന്ന് വേവിക്കാം. അതിനുശേഷം തുറന്നിട്ട് ഒരു 3/4 മുതൽ 1 കപ്പ് വരെ വെള്ളവും കൂടി ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നവരെ വേവിക്കാം. അതിനുശേഷം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഓൾറെഡി മേളിൽ കാണുന്ന രീതിയിൽ നല്ലപോലെ സംഭവം റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്ത് ലാസ്റ്റ് ടച്ചായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പർ മട്ടൻ കറി റെഡിയാണ്. ഇത് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. സംഭവം അടിപൊളിയാണ്. താങ്ക് യു.